അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണ് പോൾ ബാർബർ. ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത്? നിങ്ങളാണോ? മാധ്യമങ്ങൾ സംശയത്തിന് നേരില്ലല്ലേ ഈ കാര്യത്തില്? ഹെവനല്ലേ? കാണും എന്നെ ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. എന്തുകൊണ്ടല്ല? മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ലാന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ഒരിടവും സാധനം എടുത്ത് വലിക്കില്ലേ? നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ്, നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കും? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട്. നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഒരു കഥയുണ്ട്, അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും അല്ലേ? താങ്കൾ പറഞ്ഞതനുസരിച്ച് ഈ നടൻ ഈ ദിലീപിനെതിരായ ഗൂഢാലോചന എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ? അല്ല, ഈ ദിലീപിനെതിരായ ഗൂഢാലോചനയിൽ നടിയും പങ്കെടുത്തു, അതിൽ പങ്കാളിയായി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞോ? അങ്ങനെയാണോ അല്ല, മനസ്സിലായി? അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? നടി ഇതിന്റെ അകത്തൊരു ഗൂഢാലോചന നടത്തിയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന ആൾ കുറ്റവാളിയല്ല എന്നല്ലേ? വലിയ ആക്ഷേപമാണ് പറയുന്നത്. ആർക്കാ ആക്ഷേപമുള്ളത്? ഉടനടി വിളിച്ചോണ്ട് വരൂ. ആ ഹതഭാഗ്യം ഇവിടെ തന്നെ ഉണ്ട് സാർ. എവിടെ? ഈ ഞാൻ തന്നെയാണ് സാർ. ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും, മറുഭാഗത്തുള്ളവർ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും. അയാൾ ചിലച്ചോണ്ടിരുന്നപ്പോ നീ എന്താ ഒന്ന് പിണ്ടായിരുന്നത്? നിന്റെ നാ ഇറങ്ങിപ്പോയി. നീ എന്താ ഒന്നും പിണ്ടായിരുന്നത്? നിന്റെ നാ ഇറങ്ങിപ്പോയോ? മറുപടി കൊടുക്കാൻ പാടില്ലായിരുന്നു. സംഘടനകളാ WCCക്ക് പ്രതിഷേധം ഉണ്ടായിരിക്കും. നമ്മൾ ഏത് കേസിലും അതിന്റെ ഒരു പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായി വരും. ഇത് വലിയ കഷ്ടമായല്ല. ഒരു കാര്യം പറയാം, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കും. അല്ല സാറേ, മഞ്ജു വാര്യരുടെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഒരു ഗൂഢാലോചന തനിക്കെതിരെ നടന്നതെന്നാണ് ദിലീപ് പറയുന്നത്. അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോട്, രഞ്ജി പണിക്കരല്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചതൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല.